ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. സച്ചിൻ്റെ രേവതിയാണെങ്കിൽ 500 മാല കോർക്കാനുള്ള പൂവ് മേടിച്ചുകൊണ്ട് ഓട്ടോറിക്ഷയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവുവിനെ കാണുകയാണ്. അപ്പോൾ രേവതി പറയുന്നത്, സച്ചിയേട്ടാ ദേവുവിനും കൂടി ഒന്ന് വണ്ടിയിൽ കയറ്റാമെന്ന് പറയുന്ന സമയത്ത് സച്ചി പറയുന്നത്, ഇതിൽ തന്നെ നീയും ഉണ്ട് പൂവുണ്ട്, ഇനി ദേവുവിനെ എവിടെ ഇരുത്താം, നീ ഒരു കാര്യം ചെയ്തോ, നീ നടന്നു പോയോ, എന്നിട്ട് ദേവുവിനെ ഇരുത്തുമെന്ന് പറയുകയാണ്. അപ്പോൾ ദേവു പറയുന്നത്, അതിനൊന്നും ആവശ്യമില്ല സച്ചിയേട്ടാ, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണെന്ന് സച്ചി ചോദിക്കുന്ന സമയത്ത് ദേവു ആണെങ്കിൽ രേവതിയോട് പറയുകയാണ്, ചേച്ചി ഇങ്ങോട്ട് ഇറങ്ങിയെന്ന് പറയുകയാണ്. ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങ്, ഇനി ഞാൻ അങ്ങോട്ട് കയറാം, ഇനി ചേച്ചി ഒരു കാര്യം ചെയ്യും, സച്ചിയേട്ടൻ്റെ സൈഡിൽ ഇരിക്കുമെന്ന് പറയുകയാണ്. രേവതി അത് കേട്ട വശം കേൾക്കാത്ത വശം ചാടി അങ്ങോട്ട് കയറി സച്ചിയുടെ സൈഡിൽ ഇരിക്കുന്ന സമയത്ത് സച്ചിക്കാണെങ്കിൽ ഓടിക്കാനും പറ്റുന്നില്ല, ശരിക്കും ഇരിക്കാനും പറ്റില്ല. സച്ചി അങ്ങോട്ട് കമന്നടിച്ച് വീണമാതിരി അങ്ങോട്ട് വീഴുകയാണ് കേട്ടോ. സച്ചി കണ്ട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇതിന് മുന്നിൽ വലിഞ്ഞ് കയറിയിരിക്കുന്നത്, നീ കയറിയിരുന്നു ഞാനിവിടെ എവിടെ ഇരുന്നിട്ടാണ് വണ്ടി ഓടിക്കാന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് രേവതി ആണെങ്കിൽ, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കയറി ഇരുന്നിട്ട് വണ്ടി ഓടിക്കുമെന്ന് പറയണം. അങ്ങനെ സച്ചി കയറി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വണ്ടി ഓടിച്ചിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ സുഹൃത്തുക്കളെ. പിന്നീടാണെങ്കിൽ നമ്മുടെ രേവതിയാണെങ്കിൽ 500 മാല കോർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളത്ത് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവരാണെങ്കിൽ സച്ചിയുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ചന്ദ്രമതി ചോദിക്കണം, എവിടേക്കാണ് വരുന്നത്, മാല കോർക്കാൻ പറഞ്ഞിട്ടുണ്ടാവൂലേ, അവൾ തന്നെ ഒരു വേലക്കാരി, അവൾക്കൊരു വേലക്കാരികളായിട്ട് വരികയാണല്ലോ നിങ്ങളെന്നൊക്കെ പറയുന്ന സമയത്ത് അവർ ചോദിക്കണം, നിങ്ങൾക്ക് എത്ര വയസ്സായി, ഇത്രയും പ്രായമായിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നണമെന്ന് പറയുമ്പോൾ അതിലൊരാൾ പറയുകയാണ്, വേറെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അവരെ പല്ലടിച്ച് കൊഴിച്ചായിരുന്നു, ചവിട്ടി കൂട്ടിയായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ചന്ദ്രമതി ഒന്ന് പേടിച്ച് പറിച്ച് നിൽക്കാനാട്ടോ സുഹൃത്തുക്കൾ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.